ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൂടാല് ഭാഗത്താണ്. മൂടാല് ഭാഗത്തു നിന്ന് പാണ്ഡികശാല ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതലൊന്നും വർക്കുകളില്ല. ഇവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂടാല് ഓവർപാസ്. ഇവിടുന്ന് നമ്മൾ പാണ്ഡികശാല ഭാഗത്തേക്കാണ് പോകുന്നത്. ആ ഭാഗത്ത് കുറച്ചൊക്കെ വർക്കുകൾ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള വർക്കുകളൊക്കെ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. അവിടെ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ഇപ്പോഴും സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടത് ഭാഗത്ത് പാറയൊക്കെ പൊട്ടിച്ച് കുറച്ചും കൂടെ ഭാഗത്ത് താഴ്ത്തി കൊണ്ടുവരാണ്ട് ആ വർക്കൊക്കെ നോക്കാം നമുക്ക്. അതുപോലെ നമ്മുടെ പാണ്ഡികശാല ഭാഗത്ത് ഇനി കുറച്ച് ഭാഗത്താണ് ടാറിങ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇപ്പോൾ NH66 വർക്കുകൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സ്പോട്ടുകൾ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ NH66 വർക്ക് ഇപ്പോൾ നമ്മൾ പാണ്ഡികശാല ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഭാഗത്ത് ഇനി എന്താണുള്ളതെന്ന് നമുക്ക് പോയിട്ട് നോക്കാം. ആ ഭാഗത്ത് ഇനി കുറച്ച് ഭാഗത്ത് മാത്രമാണ് വർക്ക് ടാറിങ് നടക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊന്ന് പോയി നോക്കാം. ഇപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹൈവേയിൽ വരുന്ന ക്യാമറ കാണിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് മൂടാല് ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ഇങ്ങനെ പല ഭാഗത്തും റോഡിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഭാഗത്ത് അവിടെ ഒരു വലിയൊരു കുന്ന് പോലെയുള്ളൊരു ഭാഗമായിരുന്നു. അപ്പോൾ അത് വെട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു സൈഡിൽ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോയിൽ നെയിലിങ്ങിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം, നിങ്ങൾക്ക് വരുന്നത് കാണാം. കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ ബാക്കിയുള്ള വർക്ക്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് പാണ്ഡികശാല ജംഗ്ഷനിലും കുറച്ച് ഭാഗത്ത് ഇനി വർക്ക് നടക്കേണ്ടതുള്ളൂ. വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു കാഴ്ച പറഞ്ഞാൽ ഇതാണ് മെർജിങ് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇതാണ് പാണ്ഡികശാല ഭാഗത്ത് അല്ല നമ്മുടെ ഈ ഒറ്റ മിനിറ്റ് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടാത്തതുകൊണ്ട് മിസ്സായതാണ്. ഈ മൂടാല് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഹൈവേയിലേക്ക് കയറാനുള്ളൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതാ കണ്ടില്ല, ആ ബസ്സൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ ഒരു മെർജിങ് പോയിൻ്റ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സർവീസ് റോഡ്. ഈ സർവീസ് റോഡൊക്കെ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പഴയ റോഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പുറത്ത് തന്നെയാണ് പഴയ റോഡ്. ഇനി ഇത് പാർക്കിങ്ങിൻ്റെ ഏരിയ ഒക്കെ ആക്കി മാറ്റുമോയെന്നറിയില്ല. ഇവിടെ നല്ല വീതിയിലുള്ള ഒരു റോഡ് തന്നെ ഉണ്ട്. പിന്നെ ഈ സെൻറ്റർ ഭാഗത്തെ ഈ കാടൊക്കെ ഒന്ന് വെട്ടിമാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഒക്കെ ആക്കിയിട്ട് മാറ്റാൻ പറ്റുമായിരിക്കാം. എനിക്കറിയില്ല, ഒന്നും ചെയ്ത് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഭാഗത്ത് ഇനി പുതിയതായിട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന്. ഇവിടെ നല്ല ഫുൾ ഫിനിഷിങ്ങിൽ വർക്ക് കഴിഞ്ഞ പോലെ ഉണ്ട് കാണുമ്പോൾ. ഇനി ഈ ഭാഗത്ത് ഒരു ലൈറ്റിൻ്റെ ഒരു കാല് കൊടുത്തിട്ടില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നുണ്ട് അങ്ങോട്ട് പോയി നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ തരുന്ന സപ്പോർട്ട് വളരെ വലിയ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ നാടിൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ അവർക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എന്താണെന്ന് നോക്കാം, പുതിയ മാറ്റം. നമ്മുടെ വർക്കിൻ്റെ ആവശ്യത്തിന് കൊണ്ടുവന്ന ഒരു ജനറേറ്റർ കൊണ്ടുപോവുകയാണ് തോന്നുന്നുണ്ട്. അതാണ് ഇവിടെ ഈ ഭാഗത്ത് ഇനി മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുള്ള വർക്കൊക്കെയാണ് നടക്കേണ്ടതുള്ളത്.
കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണെടുത്ത് മാറ്റാനുള്ളത്. മണ്ണെടുത്ത് മാറ്റി ലെവൽ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. ആ ഒരു വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവിധ മെഷീനറീസും ഇവിടെ ഉണ്ട്. ഇവിടെ വർക്കേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് 3 ലൈനിൻ്റെ ടാറിങ് കഴിഞ്ഞ് അതിലൂടെ വാഹനങ്ങൾ പോകുക കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ കുറച്ച് വർക്ക് ഇനി മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ സോയിൽ നെയിലിങ് ചെയ്ത് അടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി ഒരു കുറഞ്ഞ ഐറ്റം കൂടെ മാത്രമാണുള്ളത്. അവിടെ ഒരു കുന്ന്, അതുകൂടെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിയും. അപ്പോൾ വർക്കുകളൊക്കെ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച. അപ്പോൾ നമുക്ക് പാണ്ഡ്യശാല ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇനി ഇവിടെ നമുക്ക് പുതുതായിട്ടുള്ള വർക്ക് നടക്കേണ്ട ഒരു സ്പോട്ട്. ആ കുറഞ്ഞ ഭാഗത്തുള്ള ഈ മണ്ണ് നീക്കാനുള്ളൂ. ഇതൊക്കെ വളരെ വേഗത്തിൽ ഇവർ ചെയ്യും. ഇപ്പോൾ അത്യാവശ്യം വണ്ടിയും വർക്കേഴ്സും ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് KNRC. KNRCക്ക് ഇതൊന്നൊരു വലിയ വർക്കല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന വർക്കാണ്. ഇനി അധികമൊന്നും വൈകും തോന്നില്ല. ഒരു 2 മാസം കൊണ്ടൊക്കെ ഇവിടെ ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പാണ്ഡ്യശാല ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇപ്പോൾ ഒരു ടാറിങ്ങിൻ്റെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ആ ലെവൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ ഇടത് സൈഡിലാണ്, ഈ ഭാഗത്താണ് ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ വലത് ഭാഗത്ത് ഈ ഭാഗത്താണ് ഇനി കുറച്ച് ഭാഗത്ത് വർക്ക് ടാറിങ് ഒക്കെ നടക്കേണ്ടതുള്ളത്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ കുറച്ച് ക്രാഷ് ബാരിയറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. നമുക്ക് പോയി നോക്കാം. നമ്മൾ പാണ്ഡ്യശാല ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് പാണ്ഡ്യശാല ഭാഗത്തും ഇനി വർക്കുകൾ അധികമൊന്നുമില്ല, അവസാനിക്കാനായി. ഇതാണ് ഒരു സൈഡിൽ ഫുൾ ടാറിങ് കഴിഞ്ഞ് വാഹനങ്ങൾ പോകുന്ന കാഴ്ച. നല്ല വേഗത്തിലാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ എല്ലാവരും പോകുന്നത്. വളരെ വേഗത്തിലാണ് ആളുകളിപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ക്യാമറയൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെയാണ് നിങ്ങൾ പോകുന്നത്. അതൊക്കെ ഇനി വേഗത കൂടിയാൽ ഫൈനൊക്കെ വരും. അപ്പോൾ ശ്രദ്ധിച്ച് പോവുക. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ളത് കാഴ്ച. ഇവിടെ ഭാഗത്ത് മണ്ണിട്ട് പൊക്കി ലെവൽ ചെയ്ത് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ക്രാഷ് ബാരിയർ വെക്കുന്ന വർക്ക് മാത്രമാണ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാലാണ് ടാറിങ്. അപ്പോൾ അവിടെയൊക്കെ വെക്കാനുള്ള ക്രാഷ് ബാരിയറൊക്കെ ഇവിടെ ലോറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പാണ്ഡ്യശാല ഭാഗത്ത് വളരെ സമയമെടുത്ത് ചെയ്തൊരു വർക്കാണ് ഈ ഭാഗത്ത്. കുറേ സമയം ഇവിടെ ഇങ്ങനെ ഒന്നുമില്ലാതെ നിന്നിന്ന്. പിന്നെ ഇവിടെയൊക്കെ പറഞ്ഞാൽ പാറയെന്ന് വലിയ പാറകളൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയാം. ഇനി വലിയ റിസ്ക് ഉള്ള വർക്കുകളില്ല, പെട്ടെന്ന് തീരാവുന്ന വർക്കുകൾ മാത്രമാണ്. ഇവിടെ ഈ കട്ട വെച്ച് കെട്ടിയതിൻ്റെ മുകളിൽ വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മുടെ ക്രാഷ് ബാരിയർ എടുത്ത് വെക്കുക. അപ്പോൾ ആ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ എടുത്ത് വെക്കുന്നുണ്ട്. ക്രാഷ് ബാരിയർ എടുത്ത് വെച്ച ശേഷം വീണ്ടും കുറച്ച് മെറ്റൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതിൻ്റെ ശേഷം പിന്നെ സിമെൻറ്റ് മിക്സ് കഴിയുക. വർക്ക് കംപ്ലീറ്റ് ആയി പെട്ടെന്ന് തന്നെ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇനി തീർക്കാവുന്ന വർക്കാണ് ഇനിയുള്ളത്. പാണ്ഡ്യശാല ഭാഗത്തായിരുന്നു കുറച്ചും കൂടെ ഇനി വർക്ക് തീരേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ ഭാഗത്തും ഇപ്പോൾ വർക്ക് കയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ ഒനിയൻ പാലം വരെ വാഹനം ഓടിച്ച് പോവാം. പിന്നെ നമ്മുടെ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് വർക്ക് ഉണ്ടായിട്ടുണ്ട്. അതും വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ ഇവിടുത്തെ സർവീസ് റോഡ്, ആ സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പഴയ റോഡ്, പഴയ ഹൈവേ ആണത്. വളവൊക്കെ നിവർത്തിയിട്ടുള്ള പുതിയ റോഡ് വരുന്നത്. അവിടെയാണ് നമ്മുടെ പാണ്ഡ്യശാല അണ്ടർപാസ്.
ആ ഭാഗത്തൊക്കെ ആയിരുന്നു നല്ല സ്ട്രോങ് പാറ ഉണ്ടായിരുന്നു. പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. വർക്ക് നടക്കുന്നത് കാണാം. ആ ഭാഗത്ത് നല്ല സ്ട്രോങ് പാറകളൊക്കെ ആയിരുന്നു. അതൊക്കെ പൊട്ടിച്ച് മാറ്റിയാണ് ഇതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടത്തിയിട്ടുള്ളത്. ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ദാ മണ്ണ് ലെവൽ ചെയ്ത് അമർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് നമുക്ക് ടാറിങ് ഒക്കെ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഈ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയത് കാണാം. അപ്പുറത്ത് സർവീസ് റോഡുണ്ട്. കുറച്ച് മുന്നേയൊക്കെ വരുമ്പോൾ ആ സമയത്ത് ആ സർവീസ് റോഡൊക്കെ അടച്ചു വെച്ചായിരുന്നു. ഇപ്പോൾ സർവീസ് റോഡൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഭാഗത്ത് കാണുന്ന ആ ഒരു കുന്നുപോലുള്ള ഭാഗത്തു നിന്നൊക്കെ മണ്ണിടിഞ്ഞ് വീണീന്ന്. ഇപ്പോഴും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറിയില്ല. സത്യം പറഞ്ഞാൽ വെയിലിൻ്റെ ചൂട് കൊണ്ട് പറയുന്നതിന് പോലും കറക്റ്റ് കിട്ടുന്നില്ല. അത്രക്കും ചൂടുള്ള ഒരു സമയത്താണ് ഞാൻ വന്നിട്ടുള്ളത്. വെയിലില്ലെങ്കിൽ വീഡിയോക്ക് ഒട്ടും ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ പറയുന്നതിലൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട്, കമൻറ്റ്, ലൈക്കൊക്കെ ചെയ്യുക. ഇതാണ് ഇവിടെ ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഇങ്ങനെ ഈ കമ്പി നീണ്ടു നിൽക്കുന്ന ഭാഗം നമ്മൾ ഇതിൽ കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ പിന്നീട് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രാഷ് ബാരിയർ നിർമ്മിക്കും. അങ്ങനെയൊക്കെയുള്ള വർക്കുകളാണ്. ഇനി കുറഞ്ഞ വർക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മളിന്ന് പൈങ്കണ്ണൂർ മുക്കിൽ പീടിക അതുകൂടാതെ ഒനിയൻ പാലം ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല. വാഹനങ്ങൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്കൊക്കെ കുറച്ച് സ്പീഡ് കൂടിയോ എന്നൊരു സംശയമുണ്ട് റോഡ് നന്നായപ്പോൾ. പക്ഷേ അധികം സമയമൊന്നും ഇങ്ങനെ പോകാൻ പറ്റും തോന്നില്ല. ക്യാമറ ഒക്കെ വെച്ച് പല ഭാഗത്തും ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ ഭാഗത്ത് ക്യാമറയൊക്കെ ചിലപ്പം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു പോവുക. അപകടങ്ങൾ പല ഭാഗത്തും ഇപ്പോൾ നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് പെട്ടെന്ന് തന്നെ ചില ഭാഗത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ടിങ് ഒക്കെ ഉണ്ട്. ശ്രദ്ധിച്ചു പോയാൽ വളരെ നല്ലതാണ്. ഈ ഭാഗത്തുനിന്ന് ഇനി നമുക്ക് ഈ മുക്കിൽ പീടിക ഭാഗത്തേക്കൊന്നും വർക്കുകളൊന്നും ഇല്ല. രണ്ട് സൈഡിലും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സൈഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. മറ്റു സൈഡിൽ എന്താണെന്നറിയില്ല. ആ ഭാഗത്തുകൂടെ എല്ലാ വാഹനങ്ങൾ ഈ ഒരു സൈഡിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. രണ്ട് സൈഡിലും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ തന്നെ വർക്ക് കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അവസാന ഫിനിഷിങ് വർക്കിലേക്ക് കടക്കാറായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി പെയിൻറ്റിങ് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് കടക്കാറായിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടുള്ള വർക്ക് പല ഭാഗത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോഡിൻ്റെ സൈഡിലൊരു സീബ്ര ലൈന് പോലെ ക്രാഷ് ബാരിയറുമേലൊക്കെ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വർക്കുകളൊക്കെ പല ഭാഗത്തും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ അങ്ങനെയുള്ള വർക്കുകളേക്കാരം ഇനി പെട്ടെന്ന് നടക്കുക. ഇവിടുന്ന് വാഹനങ്ങളൊക്കെ ഇടത് സൈഡിലൂടെ നമ്മുടെ പൈങ്കണ്ണൂർ ഭാഗത്ത് വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇടത് സൈഡിലൂടെയാണ് പോകുന്നത്. ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വളാഞ്ചേരി ഭാഗത്തുനിന്നൊക്കെ വരുന്ന തൃശ്ശൂർ ഭാഗത്തേക്ക് പോകേണ്ട വണ്ടികളൊക്കെ ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ട്രാക്കിലൂടെയാണ് വരുന്നത്. ഇവിടെ തന്നെ ഞാൻ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് റോങ് സൈഡായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അടുത്ത് കാണുന്ന ഇനി ഒരു ഓവർപാസ് നമ്മുടെ മുക്കിൽ പീടിക ഭാഗത്തുള്ള ഓവർപാസ്സാണ്. ഇതൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറേ മുന്നേ തന്നെ കഴിഞ്ഞതാണ്. ഇവിടെയൊക്കെ ഇനി ഫിനിഷിങ് വർക്ക് മാത്രങ്ങളാണ് വരാനുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സെൻറ്ററിലുള്ള ക്രാഷ് ബാരിയർ ഇത് പെട്ടെന്ന് നമുക്ക് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു രീതിയിലുള്ള ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറാണ്. അത് വളരെ വേഗത്തിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇത് അവസാനം വരെ ഞാൻ ഈ റോഡിൻ്റെ അവസാനം വരെ പോകുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമ്മുടെ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്, പാടത്തൂടെ. അപ്പോൾ ആ ഭാഗത്തേക്ക് എത്തേണ്ട മുന്നേ ഉള്ള ഒരു നമ്മുടെ ഓവർപാസ് ഉണ്ട്. ആ ഓവർപാസും അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസും കടന്നാണ് ഹൈവേ കടന്നു പോകുന്നത്. ആ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെയാണ് വളാഞ്ചേരി ഭാഗത്തേക്ക് വാഹനങ്ങളൊക്കെ പോകുന്നത്.
അപ്പോൾ നല്ല രീതിയിൽ ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിരിക്കണം. ഇവിടെ ഒന്നും വണ്ടികളൊന്നും പോകാത്തതുകൊണ്ടായിരിക്കാം ഇവിടെയൊക്കെ നല്ല ഉഷാറായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആയിട്ട് ഇവിടെ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് പുതുതായിട്ട് കട്ട വെച്ചുള്ള വർക്കാണ് വരാനുള്ളത്. ആ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. അവിടെയൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വട്ടപ്പാറൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ഭാഗത്തേക്കൊക്കെ ഞാൻ വന്നിന് കാണിച്ചിന്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് നിറച്ച് കൊണ്ടുവരാനുള്ള ആ കാണുന്ന ഭാഗം നമുക്ക് ഇനി മണ്ണിട്ട് നിറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ പാടത്തൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് കാണുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.